4 പതിറ്റാണ്ടായി LDF ഭരിക്കുന്ന കോഴിക്കോട് കക്കോടി പഞ്ചായത്ത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന ആക്ഷേപം. ജലസേചന പദ്ധതികൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു വികസന പദ്ധതികളും ഫലപ്രദമായി ഇവിടെ നടപ്പിലാക്കുന്നില്ല. ഭരണസമിതിയുടെ വീഴ്ചയിൽ പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് നടക്കുന്നതെന്നും ജനങ്ങൾ പറയുന്നു. വീണ്ടും ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ കക്കോടി പഞ്ചായത്തിലെ പ്രദേശവാസികൾക്ക് ചിലത് പറയാനുണ്ട്. ഇവർക്ക് വികസനമാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ 45 വർഷമായി LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് കക്കോടി പഞ്ചായത്ത്. ഈ 40 വർഷമായിട്ടും ഇവിടെ യാതൊരു തരത്തിലുള്ള വികസനവും എത്തിയില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പ്രദേശവാസികൾ നൽകും. എന്തൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ? ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഇവിടേക്കൊന്ന് ജസ്റ്റ് വീഡിയോ ഓടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ 45 വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു വാർഡാണ്. ഇന്ന് വരെ കൃഷി ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കനാലാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടേക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതുവരെ മഴവെള്ളം പോവുക അല്ലാതെ ഇന്ന് വരെ ആ ഒരു എന്താ പറയുക ജലസേചനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലും ഇന്ന് ഈ കനാലിലെത്തിയിട്ടില്ല. നമുക്കറിയാം, നമുക്ക് ഇന്ന് ജൽജീവൻ മിഷൻ, നമ്മുടെ നരേന്ദ്രമോദിയുടെ ജൽജീവൻ മിഷൻ ഏതാണ്ട് 50% നമുക്ക് ഈ വാർഡുകളിൽ എത്തിയിട്ടുണ്ട്. ബാക്കി 50% എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കണക്ഷൻ ഇവിടെ എത്തിയെന്നല്ലാതെ ഒറ്റ തുള്ളി വെള്ളം പോലും ഇന്ന് ഇവിടെയുള്ള വീടുകളിൽ എത്തിയിട്ടില്ല. വീടുകൾ കയറുന്ന സമയത്ത് നമുക്ക് ആ വീടുകളിലുണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ നമ്മുടെ പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കൃത്യമായിട്ട് ഓരോ വീടുകളിലും എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, അടൽ പെൻഷൻ യോജന, അതുപോലെ തന്നെയുള്ള നമ്മുടെ യുവ സംരംഭകർക്കുള്ള മുദ്രാ ലോണ്, അതുപോലെ തന്നെ നമ്മുടെ സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് ആദ്യ പ്രസവത്തിൽ കിട്ടുന്ന 5000 രൂപ, ഇതൊന്നും കൃത്യമായിട്ട് ഈ വാർഡുകൾ എത്തിച്ചു നൽകാൻ അത് ആശാ വർക്കർമാർക്ക് പോലും സാധിക്കാറില്ല. കാരണം നിരന്തരമായിട്ട് CPMന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അത് ഈ വാർഡിൽ കൃത്യമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി ജനങ്ങളോട് പറയാനുള്ളത്, നരേന്ദ്രമോദി എന്ന വ്യക്തി ചെയ്യുന്ന പദ്ധതികൾ അത് കൃത്യമായിട്ട് രാജേട്ടൻ നമ്മുടെ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീടുകളിലും ഈ പദ്ധതികൾ എത്തിക്കുന്നതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടാതെ മറ്റെന്തൊക്കെയാണ് ഇത്തരത്തിൽ വികസനങ്ങളുടെ കാര്യത്തിൽ അപര്യാപ്തിയായി നിങ്ങൾക്ക് ഇവിടെ ചൂണ്ടിക്കാണ്ടുള്ളത്? വികസനത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുന്ന സമയത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നല്ലാതെ ഈ വാർഡിൽ ഈ പഞ്ചായത്തിൽ നിന്നുള്ള മറ്റു ഒരു ആനുകൂല്യങ്ങളും ഈ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഈ വീടുകളിലോ ഈ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡുകൾ കാണാം. ഈ കോൺക്രീറ്റ് റോഡുകൾ എന്ന് പറയുന്നത് അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടെ വരുന്നതാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ്. അത് പഞ്ചായത്ത് മുഖേന ജനങ്ങളിലെത്തുന്നു, അതായത് റോഡുകളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് തൊട്ടടുത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട്. ഈ സ്റ്റേഡിയം കഴിഞ്ഞ ഒരു 20-25 വർഷമായി അതേ അവസ്ഥയിലാണ് ഇന്നും കിടക്കുന്നത്. ചളിവെള്ളമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള യാതൊരു യോഗ്യമായൊരു സ്ഥലവും ഇവിടെ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ 45 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ്, യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇതുവരെയായിട്ടും ഇവിടെ നടന്നിട്ടില്ല. സ്റ്റേഡിയം, അതുപോലെ തന്നെ കുടിവെള്ളം ഉൾപ്പെടെ ഈ കനാലിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് പ്രദേശവാസികൾക്ക് ഇത്തവണ ഈ ഇലക്ഷന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഇനിയെങ്കിലും വികസനം വരണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോഴിക്കോട് കക്കോടിയിൽ നിന്നും ക്യാമറാമാൻ പ്രശോഭനൊപ്പം രമ്യാദാസ്, ജനം.